ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് മുടങ്ങി പോകുന്നത് എനിക്ക് കുറച്ച് ഹീലിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റീഡിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എനർജി കുറച്ച് ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു റീഡിങ് നമുക്ക് മുടങ്ങി പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊരു എനർജി കിട്ടുന്നില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഈ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പയൽ വന്നിട്ട് ഏഞ്ചലിക് അസിസ്റ്റൻ്റ് ആണ്. ഡിവൈൻ ഗൈഡൻസ്, ലവിങ് സപ്പോർട്ടാണ് കാണിക്കുന്ന. ഏഞ്ചൽസിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മളെ വഴി കാട്ടുന്ന തരത്തിലുള്ള ഒരു കാർഡാണ്, അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ആൻഡ് ഓൾസോ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ, ദ കറേജ്, ധൈര്യം, തൻ്റെ ഇടം, സ്ട്രെങ്ത്, ദ ലയൺ പവർ, അതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്ന ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് വീഡിയോ ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, പിന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആവും. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം, ഏഞ്ചലിക് അസിസ്റ്റൻറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ഏഞ്ചലിക് അസിസ്റ്റൻറ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും നിങ്ങളുടെ പേഴ്സണും വളരെ നല്ല രീതിയിലുള്ള ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടും അതുപോലെ ഗൈഡൻസും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മേ ബി നിങ്ങളുടെ ചുറ്റിനും ബട്ടർഫ്ലൈസ്, അതും കപ്പിൾ ബട്ടർഫ്ലൈസ്. ഓക്കെ, കപ്പിളായിട്ട് പോകുന്ന ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കപ്പിളായിട്ട് ഒക്കെ പോകുന്ന ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ചുറ്റിനും കിടന്ന് പറക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് ആൾക്കാർ ഒരു ഡിവൈൻ ആൻഡ് സ്പിരിച്വൽ ജേർണി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള ലൈഫിൽ നിന്നും ഒരു സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ ജേർണിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിൽ പ്രത്യേകിച്ച് ഫീലിങ്സ് പറയാനില്ല. കാരണം ഈ വ്യക്തി ഫുൾ ടൈം നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. അത് ഒരു പരിധി വരെ അതിന് കാരണമായിട്ടുള്ളത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു ലേഡി ഇങ്ങനെ വെക്കുന്നുണ്ട്, കണ്ണ് കെട്ടി നിൽക്കുന്നു. ഒരു പേഴ്സൺ ആ ഒരു വാളെടുത്തിട്ട് ഇങ്ങനെ വീശുന്ന ഒരു ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന കാര്യമായാലും ആര് ആദ്യം മെസ്സേജ് അയക്കും? ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കോട്ടെ, ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈഗോയിസ്റ്റിക് പ്രോബ്ലംസ് വരും. ഓക്കെ, ആ വ്യക്തി ഇങ്ങോട്ട് ചെയ്യട്ടെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ തിരിച്ചങ്ങോട്ട് ചെയ്യാം എന്നുള്ള ഒരു തരത്തിലേക്ക് പോകുന്ന ഒരു എനർജി. ഈ സെയിം ഫീലിങ്സ് തന്നെയായിരിക്കും ആ പേഴ്സൻ്റെയും ഫീലിങ്സ് എന്ന് പറയുന്നത്. കാരണം ആ പേഴ്സണും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. സോ കുറച്ച് ആൾക്കാർ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഇപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു.
ഇപ്പോൾ ഈ പേഴ്സൺ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവസ്ഥ. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇമോഷണൽ പരമായിട്ടുള്ള ചാലഞ്ചസ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് മേ ബി ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പേഴ്സണായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു പരിധിവരെ മനസ്സിലാകും. സോ ആ ഒരു ചാലഞ്ചേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തടസ്സങ്ങളെയൊക്കെ എങ്ങനെ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ ആ തടസ്സങ്ങളുടെ പുറത്തേക്ക് എങ്ങനെ കടന്നു വരാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു. മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. ബിക്കോസ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഈ വ്യക്തിയുടെ അടുത്ത് കാണിച്ചിട്ടില്ല. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജീസ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെയിം എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കരിയർ പരമായിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഐ മീൻ പുതിയ കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അത് വളരെ നല്ല കാര്യമാണ്. എന്തായാലും ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി കണ്ടിന്യൂ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും, അല്ലെങ്കിൽ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ പേഴ്സണെ ഉപേക്ഷിക്കാം, ഈ പേഴ്സന്റെ സ്നേഹം ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും വീണ്ടും വീണ്ടും നിങ്ങളെ ഈ പേഴ്സണിലേക്ക് തന്നെ വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ വ്യക്തിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ, ഈ ഒരു ഹോഴ്സ് കണ്ടോ, വളരെയധികം പവർഫുൾ ആയിട്ടാണ് കുതിച്ച് ചാടുന്നത്. വളരെ ഒരു സ്പീഡ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ റെഡ് കളർ. അപ്പോൾ റെഡ് കളറിലെ ഫെദറോ അല്ലെങ്കിൽ റെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, റെഡ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ റെഡ് ഫെദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രണയത്തെയും പാഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു നല്ല എനർജി ആയിട്ടാണ്. ഈ പേഴ്സൺ പുറമേ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പേഴ്സണ് എന്താ പറയുക, ഉപേക്ഷിക്കാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനായിട്ട് ഈ പേഴ്സൺ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, യെസ്, പ്ലീസ് ഡോണ്ട് ലീവ് മീ ആൻഡ് സ്റ്റേ വിത്ത് മീ. നെവർ ഫോർഗെറ്റ് ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ആൻഡ് ഓൾസോ വി ഗോട്ട് സം ക്ലൂസ്. We can take it. Yes, the fire sign, Aries, Leo, Sagittarius. Letter B കിട്ടിയിട്ടുണ്ട്. And also 72 hours. Trust issues. Okay, maybe ചെറിയ രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് ഓൾസോ ദ ഗുഡ് ലിസണർ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ. പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ദ കറേജ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ കാണിക്കുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അതുപോലെ ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൻ്റെ ഡ്രീംസിൽ ഐ മീൻ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. അതായത് നേരിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കോണ്ടാക്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും
ഒരുപാട് തരത്തിലുള്ള ഡ്രീംസ്, അതായത് സ്വപ്നങ്ങൾ ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് കാണുന്നുണ്ട്. നിങ്ങളായിട്ട് കല്യാണം കഴിക്കുന്നതും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതും അതിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ ഈ പേഴ്സൺ ഒരുപാട് ഓട്ടോമാറ്റിക്കലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറിയിരിക്കുകയാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു, ഓൾറെഡി ഈ പേഴ്സൺ ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ ധൈര്യശാലി ആയിട്ടുള്ള പേഴ്സൺ ആണ്. ആൻഡ് ഓൾസോ അതോടൊപ്പം തന്നെ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് വളരെയധികം ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ. അതായത് ഈ പേഴ്സന്റെ പ്രായം എന്തും ആയിക്കൊള്ളട്ടെ, ഈ പേഴ്സന്റെ വീട്ടിൽ എന്ത് കാര്യമായാലും ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ വ്യക്തി ഭൂരിഭാഗവും ഈ വ്യക്തിയുടെ വീട്ടിൽ പറയാൻ സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വലുതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് വിഷമഘട്ടത്തിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മേ ബി നിങ്ങൾ തമ്മിൽ ഒരു വിശ്വാസക്കുറവോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നോക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നതിനേക്കാൾ ഉപരി മറ്റാളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ് നമ്മൾക്ക് പ്രസന്റ് എനർജിയിൽ കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളെ ഈ പേഴ്സന്റെ മാരേജ് മെറ്റീരിയൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്ത തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഈ വ്യക്തി ചില സമയത്ത് ഒരു വ്യതിചലനം സംഭവിക്കുന്നുണ്ട്. 100% ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ലക്ഷണം ഈ വ്യക്തി കാണിക്കുന്നില്ല. ചില സമയത്ത് നിങ്ങളായിട്ട് നല്ല രീതിയിൽ അഡിക്റ്റഡ് ആകും. പക്ഷെ മറ്റു ചില സമയത്താണെങ്കിലോ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി വഴി മാറി മേ ബി ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടോ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിലൂടെ ഈ വ്യക്തി സന്തോഷം കണ്ടെത്തുന്ന ഒരു രീതിയും കാണിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസോ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ പൂർണ്ണമായിട്ട് ഇരുന്ന് കേൾക്കാനുള്ള സമയം ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. സോ അതുമൂലം അല്ലെങ്കിൽ അതിൽ നിന്നും മൂലം ഉണ്ടായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങളും ചില ഇഷ്ടക്കേടുകളും ചില സ്വരച്ചേർച്ചകളും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ ഖേദിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ പശ്ചാത്തപിക്കുക. ഓക്കെ, ഞാൻ അവളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ബിക്കോസ് അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 5 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മൂർച്ചയേറിയ വാളിൻ്റെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഈ വ്യക്തി ബിഹേവ് ചെയ്തിരുന്നു. സോ ഈ വ്യക്തി വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഒരു പരിധി വരെ ഇതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം നിങ്ങളായിട്ട് സംസാരിച്ചില്ലെങ്കിലും കോൾ ചെയ്തില്ലെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകെ നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ സ്വയം നിർത്താൻ തുടങ്ങി, സ്വയം ഈ ഒരു കോണ്ടാക്ട് കുറയ്ക്കാനായിട്ട് തുടങ്ങി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് മിസ്സിങ് ഫീൽ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കോൺഫിഡൻ്റ് ആണെങ്കിൽ കൂടി ഇവിടെ വളരെ ഫോക്കസിങ് ഇവിടെ മാറിപ്പോകുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ വരുന്ന ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ ഈ വ്യക്തിക്ക് തെറ്റിപ്പോകുന്നുണ്ട്, വേറെ വഴിയിലേക്ക് പോകുന്നുണ്ട്, ഭയങ്കര മണി മൈൻഡഡ് ആയിട്ട് കാണിക്കുന്നു. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി അത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ബിക്കോസ് നമ്മൾക്ക് അത്രയും പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നൈറ്റ് ഓഫ് ഫയർ ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇമ്മീഡിയറ്റ് ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും
ഒരു ബ്രേക്കേജിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോകും എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നു. ബിക്കോസ് രണ്ട് കാർഡ്സും നമ്മൾക്ക് ടേക്ക് ആക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ, മറ്റൊന്ന് ഇറ്റ് ഈസ് ദ ടൈം ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ രണ്ടും ആക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിലും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ വർക്ക് ആകുന്നുണ്ട്. യെസ്, ഐ നോ ഐ ഹേർട്ട് യു സോ മച്ച്. ഓക്കെ, ഈ വ്യക്തി പറയുന്നുണ്ട് ഈ വ്യക്തി അത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. ഐ ആം സോൾവിങ് മൈ പ്രോബ്ലംസ് ഡാർലിംഗ്. ഓക്കെ, മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ സംതിങ് ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, 1 ഇയർ ലവ് ആനിവേഴ്സറി, ഗുഡ് ലവർ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ എക്സ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓൾസോ കാർമിക് കണക്ഷൻ. ഓക്കെ, ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുടക്കത്തിലെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്നും ഈ വ്യക്തി കരകയറി വരുന്നുണ്ട്. നിങ്ങളോട് ആദ്യമേ ചെയ്ത തെറ്റുകളൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, വിലയിരുത്തുന്നു. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് പൈലിന്റെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.